വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം തിരുവചനം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആ കാഴ്ച അവിടെ വെച്ചിട്ട്, ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായി രമ്യതപ്പെട്ട് തിരിച്ചു വരിക. എന്നിട്ട് നീ കാഴ്ചയർപ്പിക്കുക. മിശിഹായിൽ പ്രിയം നിറഞ്ഞവരെ, ക്രിസ്ത്യാനി പിന്തുടരേണ്ട അടിസ്ഥാനപരമായ ജീവിതശൈലിയെക്കുറിച്ചാണ് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒരിക്കലും ലോകത്തിൻ്റെ മാനദണ്ഡം വെച്ചുകൊണ്ടല്ല ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. മറിച്ച് സുവിശേഷത്തിലൂടെ, ഈശോയുടെ ജീവിതത്തിലൂടെ അവൻ കാണിച്ചു തന്ന ഒരു ശൈലിയുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുക. ഈശോ സുവിശേഷത്തിലൂടെ കാണിച്ചു തരുന്ന ഒരു ജീവിതശൈലി, അത് സ്വന്തമാക്കുകയും പ്രാവർത്തികമാക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം ഒക്കെ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യമായിട്ടുള്ള നിത്യജീവിതത്തിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേരുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു വലിയ ഒരു ആത്മീയ വളർച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്ക് എതിര് നിൽക്കുന്നവരെയും നമ്മുടെ സ്നേഹം തിരസ്കരിക്കുന്നവരെയും ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നാം ക്ഷമ ചോദിച്ചിട്ടും നമ്മളോട് ക്ഷമിക്കാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നവരെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഇവരെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്രകാരം അവരെയൊക്കെ സ്നേഹിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്കാണ് ഈശോ നമ്മളെ സുവിശേഷത്തിലൂടെ കൂട്ടിക്കൊണ്ടുവരിക. അപ്രകാരം എല്ലാവരെയും സ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിത ശൈലി എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യസ്തമായ ജീവിത ശൈലിയിലേക്ക് ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ആ ജീവിതശൈലി സ്വന്തമാക്കുക എന്ന് പറയുന്നത് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എതിരില്ലാത്തവരെയൊക്കെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശൈലിയാണ്. നമ്മളോട് കൂടെയുള്ളവർ, നമ്മളെ എപ്പോഴും സഹായിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമുക്ക് എപ്പോഴും പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നവർ, എന്നോടെപ്പോഴും മിണ്ടുന്നവർ, അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനുമൊക്കെ വളരെ എളുപ്പമാണ്. അതാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിത ശൈലി എന്ന് പറയുന്നത്. എന്നിട്ട് ഈശോ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്? ശത്രുക്കളെ പോലും സ്നേഹിക്കുക എന്ന് പറഞ്ഞവൻ അത് ക്രിസ്തു മാത്രമാണ്. എന്നെ ദ്വേഷിക്കുന്നവരെ, എന്നെ അധിക്ഷേപിക്കുന്നവരെ, എന്നെ പരിഹസിക്കുന്നവരെ, ഞാൻ അറിയാത്ത കാര്യങ്ങൾ പോലും എനിക്കെതിരായി പറയുന്നവരെയൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞത് അത് ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഏത് നിയമമാണ് ക്രിസ്തു എനിക്ക് നൽകിയത്? അത് ക്ഷമിക്കലിൻ്റെ, സ്നേഹത്തിൻ്റെ നിയമമാണ് ക്രിസ്തു എനിക്ക് നൽകിയത്. ഏത് ശൈലിയാണ് ദൈവം എനിക്ക് നൽകിയത്? ക്രിസ്തു പഠിപ്പിച്ച ശൈലി അത് ക്ഷമിക്കലിൻ്റെ, സ്നേഹത്തിൻ്റെ ശൈലിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളും ധ്യാന വിഷയമാക്കുന്നത് ഈശോയുടെ ഈ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ഈ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയും ജീവിതങ്ങളെ നമുക്കൊന്ന് പുനഃപരിശോധിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലുമൊക്കെ വെറുപ്പോ, വിദ്വേഷമോ, വൈരാഗ്യമോ, പകയോ, അസൂയയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചുകൊണ്ട് വേണം ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ പങ്കെടുക്കാൻ. ഈശോയുടെ ഈ ക്ഷമിക്കുന്ന സ്നേഹം, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ഹൃദയ താളമായിരിക്കണം ആ സ്നേഹം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനമായിരിക്കണം സ്നേഹം, രമ്യത, അനുരഞ്ജനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനമായിരിക്കണം സ്നേഹം, രമ്യത, അനുരഞ്ജനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഓരോ പരിശുദ്ധ കുർബാനയും ആരംഭിക്കുന്നത് തന്നെ
അനുരഞ്ജിതരായി തീർന്നിടാമെന്ന് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഓരോ പരിശുദ്ധ കുർബാനയിലും ഇങ്ങനെ പാടിയിട്ടാണ് പരിശുദ്ധ കുർബാനകൾ ആരംഭിക്കുന്നത്. അനുരഞ്ജിതരായി തീർന്നിടാം. അനുരഞ്ജനത്തിൻ്റെ രമ്യതയുടെ ഒരു മനസ്സോടുകൂടി വേണം നമ്മൾ സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കുവാൻ വേണ്ടി എന്നൊക്കെ ഈ പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിലെ ക്രിസ്തു നമ്മളോട് എന്നും ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അത് സ്നേഹം തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ്. സ്നേഹത്തിൻ്റെ രമ്യതയുടെ അനുരഞ്ജനത്തിൻ്റെ ഈ നിയമം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും അർത്ഥവും ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു ഹൃദയമാണ് നമ്മുടേതെങ്കിൽ എപ്രകാരമാണ് നമുക്ക് ദൈവവുമായി അനുരഞ്ജനത്തിലെത്താൻ നമുക്ക് സാധിക്കുന്നത്? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ തൊട്ടതിനും നമ്മൾ ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ, നമ്മൾ രോഷാകുലരാകുന്നവരാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സഹോദരരുമായിട്ട് രമ്യതയിൽ ജീവിക്കാൻ സാധിക്കുന്നത്? അഹന്ത നിറഞ്ഞ മനസ്സോടെ അപരനെ എപ്പോഴും കുറ്റം വിധിക്കുന്നവരാണെങ്കിൽ, അപരനെ തരം താഴ്ത്തുന്നവരാണെങ്കിൽ എങ്ങനെയാണ് ഒരു അനുരഞ്ജന മനസ്സ് നമുക്ക് സാധ്യമാകുന്നത്? ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ സഹോദരനോട് ക്ഷമിച്ചു വരാൻ കർത്താവ് അരുൾ ചെയ്യുമ്പോൾ, നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ നെടുവീർപ്പ് ഇതെല്ലാം ഈ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെട്ടുകൊണ്ട് വേണം പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ. അവിടെയാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ അർത്ഥവും മൂല്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുക. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, ബന്ധുക്കളോട്, സഹോദരങ്ങളോട്, അയൽവക്കക്കാരോട്, അച്ഛനോട്, സിസ്റ്റേഴ്സിനോട് എന്നു മാത്രമല്ല, ദേഷ്യം വന്നപ്പോൾ ആഞ്ഞു കൊട്ടിയടിച്ച വാതിലിനോട്, എടുത്തെറിഞ്ഞ പാത്രത്തോട്, വലിച്ചെറിഞ്ഞ സാധനങ്ങളോടൊക്കെ രമ്യതപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാനെന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ പറഞ്ഞു തരികയാണ്. ഈ ക്ഷമിക്കുന്ന സ്നേഹം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ബൈബിളിൻ്റെ ഏടുകളിലൂടെ കടന്നു വരുമ്പോൾ എപ്രകാരമാണ് ഈ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ബൈബിളിൻ്റെ ഏടുകളിൽ, താളുകളിൽ, സുവിശേഷത്തിലൊക്കെ കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്നത്? കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-14 തിരുവചനം: ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമായ നിലയിൽ നിങ്ങൾ കാരുണ്യം, ക്ഷമ, സൗമ്യത എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം തോന്നിയാൽ സഹിഷ്ണുതയോടെ ക്ഷമിച്ച് അവനോട് വർത്തിക്കുവനെന്ന് കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ ആവശ്യപ്പെടുകയാണ്. വീണ്ടും എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചുകൊണ്ടും ഹൃദയാർത്ഥതയോടെ പെരുമാറുവിൻ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പൗലോസ് പറയുകയാണ്: ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പ് എവിടെ നിന്നാണ് വരുന്നത്? അത് പൈശാചിക തന്ത്രം തന്നെയാണ്. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത്: ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, കലഹം എന്നൊക്കെ പറയുന്നത്, വഴക്ക് എന്ന് പറയുന്നത് അത് പൈശാചികതയിൽ നിന്നും വരുന്ന കാര്യമാണ്. സമാധാനപൂർണമായ ക്ഷമയുടെ ഒരു ജീവിതം അത് ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ് വരുന്നതെങ്കിൽ, ഈ വഴക്കും കോലാഹലങ്ങളും ഒക്കെ വരുന്നത് അത് പിശാചിൻ്റെ തന്ത്രമാണ്, സാത്താൻ്റെ തന്ത്രമാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. 32 വർഷക്കാലമൊക്കെ മിണ്ടാതിരിക്കുന്ന സഹോദരർ
പരിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം മിണ്ടിയതൊക്കെയായിട്ട് ഉള്ള സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിൻ്റെ പേരിലൊക്കെയാണ് നമ്മളിങ്ങനെ സഹോദരരോടൊക്കെ മിണ്ടാതിരിക്കുന്നത്, അയൽവക്കക്കാരോടൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുന്നത്? അതൊക്കെ ചെറിയ ചിലപ്പോൾ ഒരു വഴി പ്രശ്നത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സ്ഥലപ്രശ്നത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ചെറിയ ഈഗോയുടെ ആരെങ്കിലുമൊക്കെ നമ്മളെ തെറ്റിദ്ധാരണയുടെ പുറത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും നമ്മൾ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന വലിയ പ്രത്യേകത അത് ക്ഷമിക്കലിൻ്റെ മനോഭാവമാണ്. ക്ഷമയോടെ സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ കൂടുതൽ സന്തോഷമുള്ളതാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 10-15 വർഷമൊക്കെ വെറുതെ അയൽവക്കക്കാരോടൊക്കെ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ മിണ്ടാതിരിക്കുന്ന പലരുമൊക്കെ ഇല്ലേ? അതൊക്കെ ഒന്ന് ക്ഷമിച്ച് സ്നേഹത്തോടെ പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും അത് ഏറ്റവും കൂടുതൽ സന്തോഷപ്രദമാകും. ഈ നമ്മൾ ദേഷ്യപ്പെട്ടും വഴക്കൊക്കെ ഇട്ട് പോകുമ്പോൾ ആർക്കാണ് പോകുന്നത്? നഷ്ടം ആർക്കാണ്? അത് നമ്മുടെ ജീവിതത്തിന് തന്നെയാണ് നമ്മൾ ഓർത്തിരിക്കണം, അല്ലേ? നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ്, ആ മിണ്ടാതിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ വലിയ നേട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് അസൂയയാണ്, അല്ലേ? നമുക്ക് ഇരിക്കപ്പുറതിയില്ല, അല്ലേ? അവൻ്റെ വീട്ടിൽ അയൽവക്കക്കാരോട് മിണ്ടാതിരിക്കുവാണെങ്കിൽ, അവൻ്റെ വീട്ടിൽ കാറ് മേടിക്കുവാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളിവിടെ കിടന്ന് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഇട്ട് വരുവാണ്, എന്ത് ചെയ്യും, അവനത് വന്നല്ലോ, അവന് കിട്ടിയില്ലോ, അല്ലേ? ആർക്കാണ് നഷ്ടം? അത് നമുക്ക് തന്നെയാണ് നഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 15-ാം തിരുവചനം, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ക്ഷമിക്കാതെ ദൈവവുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കത്തില്ല. ക്ഷമിക്കാത്ത വ്യക്തിയുടെ വിശുദ്ധ ബലിയും പ്രാർത്ഥനയും കുമ്പസാരവുമൊക്കെ അത് പ്രയോജനരഹിതമായി മാറുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്ഷമിക്കലിൻ്റെ മനോഭാവം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആരാണ് നമുക്ക് മാതൃക? വേറെ ആരുമല്ല, നമ്മൾ ഈശോയെ തന്നെ നോക്കിയാൽ മതി, അല്ലേ? ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ് ക്ഷമിക്കലിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി ക്രിസ്ത്യാനികളായി നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താണ്? അവൻ ചെമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടു, അവൻ നിന്ദിക്കപ്പെട്ടു, മറ്റുള്ളവരിൽ നിന്ന് അവന് പരിഹാസമേൽക്കേണ്ടി വന്നു, ബറാബാസിനേക്കാൾ വലിയ കള്ളൻ എന്നൊരു വിളിപ്പേര് എന്ന് പറഞ്ഞ് അവനെ അവഹേളിച്ചു, ശിരസിൽ മുൾമുടി ധരിപ്പിച്ചു, കുരിശിൽ തറച്ചു, ഹൃദയം കുന്തത്താൽ മുറിക്കപ്പെട്ടു, അങ്ങനെ തകർക്കപ്പെട്ടു, പീഡനങ്ങൾ സഹനങ്ങൾ അവൻ ഏൽക്കേണ്ടി വന്നു. എന്നിട്ടും ഇതിൻ്റെയൊക്കെ ഒടുവിൽ അവൻ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വലിയ ക്ഷമിക്കലിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ മാതൃക കർത്താവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ എത്രയോ നിസ്സാരമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വലിയ ക്ഷമിക്കലിൻ്റെ മനോഭാവത്തോടെ നമ്മുടെ ജീവിതങ്ങളെ കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹത്തിൻ്റെ ജീവിതങ്ങളായി മാറുന്നത്, സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ജീവിതമായി മാറുന്നത്. എത്രയോ ഹൃദയസ്പർശകമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ക്രിസ്തു കുരിശിൽ കിടന്ന് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഏത് കടുത്ത മനസ്സും ഇത് കേൾക്കുമ്പോൾ അലിഞ്ഞു പോകില്ലേ? പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? ക്ഷമിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് ബൈബിളിലൊക്കെ നമ്മൾ കേട്ടു. ഇനി എപ്രകാരമാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? അത് വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കലായിരിക്കണം. വ്യവസ്ഥകളില്ലാതെ നമ്മൾ ക്ഷമിക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-23 തിരുവചനത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, 70 പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കുക. വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. വീണ്ടും മറ്റുള്ളവരാണ് ക്ഷമിക്കേണ്ടതെന്നുള്ള ചിന്ത ഉണ്ടാകാതിരിക്കുക, അല്ലേ? അവനാണ് ക്ഷമിക്കേണ്ടത്, അല്ലേ? മറ്റുള്ളവരാണ്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, മറ്റുള്ളവരാണ് ക്ഷമിക്കേണ്ടതെന്നുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. ഈ ചിലർ ധ്യാനപ്രസംഗങ്ങളുടെ സമയത്തും ഇങ്ങനെ പരസ്പരം ചവിട്ടുകയും തോണ്ടുകയൊക്കെ ചെയ്യും. എന്താണ്? ഇങ്ങനെ ഒരു അമ്മായിയമ്മയും മരുമോളും ഒന്നിച്ചിരുന്ന് ധ്യാനം കൂടുകയാണ്. അപ്പം ധ്യാനം കേട്ടപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് ഇങ്ങനെ അച്ഛൻ ഭയങ്കര വാചാലമായിട്ട് പറയുന്നത്. അങ്ങനെ അമ്മായിയമ്മയും മരുമോളും ഒക്കെ ഇതിങ്ങനെ ശ്രദ്ധാപൂർവം കേട്ടപ്പോൾ
ഈ മരുമോളുടെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുകയാണ്. അങ്ങനെ മരുമോൾ മാറ്റേണ്ട കുറേ കാര്യങ്ങൾ പറയുമ്പം അമ്മായിമ്മ പയ്യെ ഇങ്ങനെ തോണ്ടും, കേട്ടോടി ഇത് നിന്നെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മരുമോൾക്ക് സഹി കേട്ടു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മയുടെ ജീവിതത്തിൽ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. അപ്പോൾ തിരിച്ച് കാലും കൊണ്ടൊരു തോണ്ട് പോയിട്ട് കേട്ടില്ലേ നിനക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ധ്യാനം കൂടാൻ വന്ന അമ്മായിയമ്മയും മരുമോളും വീണ്ടും കുറച്ചും കൂടി വഴക്കായിട്ടാണ് വീട്ടിലേക്ക് പോയത്. അതല്ല ഈശോ ആഗ്രഹിക്കുന്ന ക്ഷമ എന്ന് പറയുന്നത്. മറ്റുള്ളവരല്ല ക്ഷമിക്കേണ്ടത്, ഞാൻ തന്നെയാണ് ക്ഷമിക്കേണ്ടതെന്നുള്ള മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. വീണ്ടും നമ്മളെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ക്ഷമിക്കലിൻ്റെ മറ്റൊരു തലമെന്ന് പറയുന്നത്. നമ്മളെ പ്രയാസപ്പെടുത്തിയ, നമ്മളെ തെറ്റിദ്ധരിച്ച ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ ക്രിസ്തു പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നിടത്ത് ഒരു ക്ഷമിക്കലിൻ്റെ മനോഭാവം തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും എപ്രകാരമാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? അത് പരിശുദ്ധാത്മാവിനോട് ആ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 തിരുവചനത്തിൽ ക്ഷമ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ ക്ഷമിക്കലിൻ്റെ മനോഭാവം നമുക്ക് ലഭിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലം കൂടി തന്നെയാണല്ലോ. ഇപ്രകാരം നമ്മൾ ക്ഷമിക്കുമ്പോഴൊക്കെ ഈ ക്ഷമ ചോദിച്ചിട്ടും നമ്മളോട് അവർ ക്ഷമ ചോദിച്ചില്ലെങ്കിലോ, നമ്മളോട് ക്ഷമിച്ചില്ല അല്ലേ, നമ്മളിപ്പോൾ നമ്മളെ ദ്രോഹിച്ചവരോട് ഒക്കെ നമ്മൾ ക്ഷമ ചോദിച്ചു പോയി, പക്ഷേ അവർ നമ്മളോട് ക്ഷമിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, നാം ക്ഷമ ചോദിച്ചാലും ചിലർ നമ്മളോട് ക്ഷമിക്കണമെന്നില്ലല്ലോ. യേശുവിൻ്റെ ജീവിതം നോക്കിയേ. യേശു തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദാസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അല്ലേ, സ്നേഹിത എന്നൊക്കെ അവനെ വിളിച്ചു. എന്നിട്ടും യൂദാസിന് അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടവ നമ്മൾ ചെയ്യണം. അവരൻ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ ക്ഷമിക്കലിൻ്റെ മനോഭാവത്തോടെ കടന്നുപോയി പ്രിയപ്പെട്ടവരെ അപ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളും കൂടുതൽ ക്രിസ്തീയ മൂല്യമുള്ളതായി മാറുന്നത്. ഇനിയും ആരോടെങ്കിലുമൊക്കെ നമുക്ക് ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമ ചോദിക്കാൻ നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ ഉടനീളം നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താം. ആരോടെങ്കിലുമൊക്കെ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിരോധങ്ങൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായും ഈശോയെ നിൻ്റെ സന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായും ക്ഷമിച്ച് സ്നേഹത്തോടെ ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടാൻ നമുക്കൊക്കെ ആകട്ടെ. ഒരു ജീവിതമേ നമുക്കുള്ളൂ. വെറുപ്പും വിദ്വേഷവും പകയും അസൂയയും വൈരാഗ്യവും വെച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ നശിപ്പിക്കാതെ സ്നേഹവും സമാധാനത്തോടും കൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ഈ ജീവിതം ക്രിസ്തീയ മൂല്യമുള്ളതാക്കി ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.